ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ട്രാവൽ വേൾഡിലേക്ക് വീണ്ടും സ്വാഗതം. എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു. അപ്പോൾ എല്ലായിടത്തും മഴയൊക്കെയാണ്. അപ്പോൾ എല്ലാവരും സേഫായിട്ടിരിക്കുക. നമ്മളുടെ പുതിയ വീഡിയോയിലേക്ക് കിടക്കുകയാണ്. ഭ്രമരം പോയിൻ്റാണ് നമ്മൾ ഇന്ന് വീഡിയോയിലേക്ക് വരുന്നത്. അപ്പോൾ നമ്മൾ ഭ്രമരം വ്യൂ പോയിന്റിലേക്കാണോ പോകുന്നത്? പോവാം, വരൂ. ഭ്രമരം സിനിമ ഷൂട്ട് ചെയ്ത ആ ലൊക്കേഷൻ, ആ സ്ഥലത്താണ് ഞങ്ങൾ നിൽക്കുന്നത്. ഇത് ഭ്രമരം വ്യൂ പോയിന്റ് എന്നാണ് ഈ സ്ഥലത്തിന്റെ പറയുന്ന പേര്. അപ്പോ മോഹൻലാൽ നമ്മുടെ ലാലേട്ടന്റെ ലാസ്റ്റ് ക്ലൈമാക്സ് സീനൊക്കെ ഇവിടെയാണ് എടുത്തത്. അപ്പൊ നമുക്ക് ഇവിടുത്തെ രംഗം സീനുകളൊക്കെ ഒന്ന് കാണാം. കൂട്ടുകാരെ, ഭ്രമരം പോയിന്റ് നമ്മൾ ഈ കാണുന്നത് മാതളനാരങ്ങ ഒക്കെ നിൽക്കുന്ന സ്ഥലങ്ങളൊക്കെയാണ്. ഓക്കെ, ഇതാണ് ഭ്രമരം ഷൂട്ടിങ്ങിന്റെ എൻട്രി ആണ്. ഇവിടെ 20 രൂപ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇതിന്റെ ഉള്ളിൽ പ്രവേശിക്കാം. അപ്പോൾ ഇതാട്ടോ കൂട്ടുകാരെ എൻട്രി ഫീസ്. കണ്ടോ, ഭ്രമരം ഷൂട്ടിംഗ് വ്യൂ പോയിന്റ് കാന്തല്ലൂര്, എൻട്രി ഫീസ് 20 രൂപ. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് കാഴ്ചകൾ കാണാം. ഇതാണ് പുൽത്തൈലം. ഈ പുൽത്തൈലം ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന മറ്റേ ഈ ചെടിയില്ലേ, അതാണ് ഈ കാണുന്നത്. നല്ല മണമുണ്ട്. നല്ല മണമുള്ള പുൽത്തൈലൊക്കെ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന അതിന്റെ ചെടിയാണ്. ഇവിടെ ഇരിക്കുവാനായിട്ട് ചെറിയൊരു സീറ്റൊക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. നമ്മൾക്ക് കുറച്ച് സമയം ഇവിടെ ഇരുന്ന് പ്രകൃതിയെ ഭംഗി ആസ്വദിക്കാം. കൂട്ടുകാർ, ഇത് കണ്ടോ, ഇതാണ് ഇവിടുത്തെ നിർമ്മാണമാണ്. ഇവിടെ 7 പേർക്കാണ് വെച്ച് കയറാൻ പറ്റുന്നത്. അത് ആ വാവക്കൊട്ടം താൻ മേളിൽ കയറി. ഈ പുൽത്തൈല ചെടികൾക്കിടയിൽ നട്ടുപിടിപ്പിച്ചേക്കുന്നതാണ് കേട്ടോ. നെല്ലിയുണ്ട്, നെല്ലിമരാണിത്. പിന്നെ പേരയുണ്ട്, മാതളമുണ്ട്. ഒന്നും കായ്ച്ചിട്ടില്ല. വൃക്ഷത്തൈകൾ നട്ട് പിടിപ്പിച്ചിട്ടുണ്ട്. ഏതായാലും കുറേ കഴിയുമ്പോൾ ഫലങ്ങളൊക്കെ കഴിക്കാം. ദേയാമ്യമോള് മുകളിൽ നിന്ന് ഇറങ്ങി വരുക കേട്ടോ. ഒരുമാതിരി പേടിയുള്ളവർക്കൊന്നും കയറാൻ പറ്റത്തില്ല. കയറുമ്പോൾ നമുക്ക് പേടിയാണ്, കാല് തെറ്റിപ്പോവോ, താഴോട്ടൊക്കെ നോക്കുമ്പോഴത്തേക്കും പേടിയാവും. 7 പേർക്കാണ് ഒരേ സമയം കയറാൻ പറ്റത്തുള്ളൂ. എന്തായാലും താഴെ ഇറങ്ങി കെട്ടി രക്ഷപ്പെട്ടു. അവിടെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. കണ്ടോ, പക്ഷേ നല്ല വ്യൂ ആണ്. അതിൻ്റെ മേലെ കയറുമ്പോൾ നല്ല രസമാണ്. ഒരുപാട് പേര് കയറുന്നുണ്ട് കേട്ടോ. ഭ്രമരം പോയിന്റിലെ കാഴ്ചകൾ നമുക്ക് കാണാം. ഇവിടുത്തെ അതിമനോഹരമായ കാഴ്ചകളിലേക്കാണ് നമ്മൾ കൊണ്ടുപോകുന്നത്. ഉണ്ടോ, പൂക്കളൊക്കെ ഉണ്ടോ? പൂക്കള് എത്ര രസകരമായിട്ടാണ് നമുക്ക് ഇവിടെ മേക്ക് ചെയ്തിരിക്കുന്നത്. ഒത്തിരി ചെടികളുണ്ട്. പിന്നെ അതുപോലെ ഫ്രൂട്ട്സ്, അങ്ങനെ ഒരുപാട് സാധനങ്ങളുണ്ട് ഈ ഭ്രമരം വ്യൂ പോയിന്റ് കാണാൻ. ആപ്പിള്, ഓറഞ്ച് കാര്യങ്ങള്. വളരെ മനോഹരമായ ഒരുപാട് ചെടികൾ ഇവിടെ നട്ട് വളർത്തിയിട്ടുണ്ട് കേട്ടോ. ഒരു പ്രത്യേക ഭംഗിയാണ്. നമ്മുടെ നാട്ടിലിതുണ്ടെങ്കിലും അവിടുത്തെ തണുപ്പ് കൊണ്ടൊക്കെ ആയിരിക്കും. റോസാപ്പൂക്കളൊക്കെ വലിയ റോസാപ്പൂക്കളാട്ടോ. വെറൈറ്റി റോസയൊക്കെ ഉണ്ട് അവിടെ. ഉള്ളിലേക്ക് നമുക്ക് കയറാൻ പറ്റില്ല. അരികളൊക്കെ വെറൈറ്റി കളറ്, വെറൈറ്റി റോസ എല്ലാം ഒരുപാടുണ്ട്. നല്ല രസമാണ് കാണാൻ, പല കളറിലായിട്ട്. ഫാഷൻ ഫ്രൂട്ടിൻ്റെ വള്ളികളാണ് കേട്ടോ. ഇതെല്ലാം ഇവിടെ തന്നെ കൃഷി ചെയ്ത് വിളവെടുത്ത വിളകളാണ് കേട്ടോ. കൂർക്കയുണ്ട്, നെല്ലി, അതുപോലെ തന്നെ ആപ്പിള്, ഓറഞ്ച്, നാരങ്ങ, അങ്ങനെ പിന്നെ ഫാഷൻ ഫ്രൂട്ടിന് ഭയങ്കര പ്രത്യേകതകളുണ്ട്. കാരണം വെച്ചാൽ നല്ല മധുരമായിരിക്കും കേട്ടോ. അതിൻ്റെ ഉള്ളിലിങ്ങനെ ഈ നല്ല ടേസ്റ്റാണ്. എന്തായാലും നമ്മൾ ചുമ്മാ കൈ കൊണ്ട് ഇങ്ങനെ പൊട്ടിക്കാവുന്നേ ഉള്ളൂ. കൈ കൊണ്ട് ഇങ്ങനെ പയ്യെ ഞെക്കുമ്പോഴത്തേക്കും പൊട്ടും. അതുപോലെ തന്നെ നല്ല മധുരമാണ്. കൽക്കണ്ടത്തിൻ്റെ മധുരം എന്നൊക്കെ പറയത്തില്ലേ, അതുപോലെ നല്ല മധുരമാണ് ഇവിടുത്തെ ഫാഷൻ ഫ്രൂട്ടിനൊക്കെ കേട്ടോ.
ഗൈസ്, അപ്പൊ നമ്മൾ ഈ കാണുന്നത് പ്രമരം പോയിന്റ് തന്നെ ഈ കാണുന്നതാണ്. ഇതാണ് ആപ്പിൾ മരം. ആപ്പിൾ മരത്തിൽ ഇതാ ചെറുതായിട്ട് ആപ്പിൾ ഉണ്ടായി കിടക്കുന്നതാണ്. ഇതിന്റെ ഇതായിട്ടില്ല, ചെറിയൊരു ഇതാണ് കാണുന്നത്. ഇനി പ്രമരം ഷൂട്ട് ചെയ്ത ലാസ്റ്റ് ക്ലൈമാക്സ് ഷൂട്ട് ചെയ്ത ആ സ്ഥലത്തേക്കാണ് പോകുന്നത്. നമുക്ക് കാണാം കേട്ടോ. പ്രമരം സിനിമ കണ്ടവർക്കറിയാം, ലാസ്റ്റ് ലാലേട്ടന്റെ വൈഫും കൊച്ചും മരിച്ചു കിടക്കുന്ന ഒരു സീൻ എടുത്തത് ആ സ്ഥലമാണ്. ഇതാ നമ്മളിപ്പോ ഈ കാണുന്ന ഇപ്പൊ ഒരു ഹട്ടായിട്ട് ഇത് ചെറിയ ഹട്ടായിട്ട് നിർമ്മിച്ചു വെച്ചാണ്. ഇവിടെയായിരുന്നു അതിന്റെ ഷൂട്ടിങ്. ഇതിപ്പോ അവര് ആ വീടിന്റെ സെറ്റ് അത് പോയി കഴിഞ്ഞ ശേഷം അവര് ജസ്റ്റ് ഉണ്ടാക്കി വെച്ചാണ്. ഇവിടെയാണ് അതിന്റെ ആ സിനിമ ഷൂട്ട് ചെയ്തത്, ലാലേട്ടന്റെ വീടായിട്ട് എടുത്തത്. ഇവിടെയായിട്ട് ഏകദേശം ഇവിടെയായിട്ടാന്ന് തോന്നുന്നു. അവര് ലാലേട്ടന്റെ വൈഫും കുട്ടിയും മരിച്ച് അടക്കിയേക്കണേന്റെ അവിടെ വന്നിട്ട് ലാലേട്ടൻ ആ കരയുന്ന സീൻ എടുത്തത് ഈ സ്ഥലത്താണ്. പ്രമരം പോയിന്റ്, അങ്ങനെയാണ് ഇവിടെ പ്രമരം പോയിന്റ് എന്ന് പേര് വന്നത്. ഇതാ ഇത് കണ്ടില്ലേ ഈ വഴി, ഇത് സിനിമ ലാസ്റ്റ് അത് കഴിഞ്ഞിട്ട് അവരുടെ കൂട്ടുകാരോട് ലാലേട്ടന്റെ ചേട്ടൻ ലാസ്റ്റ് പറയുവാണ് ഇവിടെ നിങ്ങൾ വിട്ടുപോകുന്നു എന്ന് പറയുമ്പോ അവർ ഇതിലെ പോയിട്ട് ജീപ്പ് ഇതിലെടുത്തോണ്ട് പോകുന്ന ആ സീനാണ്. അത് ഇതുവഴിയാണ്, ഇവിടെയാണ് ചിത്രീകരിച്ചേക്കുന്നത്. ഇവിടെ നിറയെ പാറയാണ് കേട്ടോ. പാറ ഇങ്ങനെ നിറഞ്ഞു കിടക്കുന്നു. അവിടെ അപ്പുറത്ത് മരങ്ങളൊക്കെ നിറഞ്ഞു നിൽക്കുന്നുണ്ട്. താഴെ കാണാൻ നല്ല രസമുണ്ട്. നമ്മൾ മുകളിൽ നിൽക്കുന്നുണ്ട്. താഴത്തെ വ്യൂ ഒരു പ്രത്യേക ഭംഗിയാണ്. ചെറുതായിട്ട് കോട കയറിയിട്ടുണ്ട്, എന്നാലും കുഴപ്പമില്ല, ചെറുതായിട്ടൊക്കെ നമുക്ക് കാണാം. പിന്നെ മഴ പെയ്താൽ പണി കിട്ടും. ചെറിയൊരു മഴക്കാറ് പോലെ ഉണ്ട്. എന്തായാലും വളരെ മനോഹരമായ ഒരു കാഴ്ചയാണ് നമുക്കിവിടെ നിന്ന് കാണാൻ കഴിയുന്നത്. ഒരുപാട് ഫോട്ടോസൊക്കെ എടുക്കാൻ പറ്റിയ സ്ഥലമാണ് കേട്ടോ. നല്ല ശല്യങ്ങൾ അങ്ങനെ ഇതൊന്നുമില്ല. നമുക്ക് അടിപൊളിയായിട്ട് ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കാം. ഇപ്പറേ സൈഡുകളിലൊക്കെ നിറച്ചും മരങ്ങളാണ് കേട്ടോ. ഈ ഒരു ഏരിയയിൽ നിറയെ ഇങ്ങനെ കല്ല് നിറഞ്ഞ് കിടക്കുന്നുണ്ട്. ഇരിക്കാനും ഭക്ഷണം കഴിക്കാനൊക്കെ പറ്റിയ സ്ഥലമാണ്. പാറയുടെ മുകളിൽ നിൽക്കുന്ന ചെടിയാണ്. നല്ല രസമുണ്ട്, നിറയെ പൂക്കളൊക്കെ ആയിട്ട് നല്ല ഭംഗിയുണ്ട്. ഇപ്പോൾ സ്കൂളിൽ നിന്ന് വന്നാൽ കുറേ കുട്ടികൾ വന്നിട്ടുണ്ട് കേട്ടോ. എല്ലാവരും താഴോട്ടൊക്കെ ഇറങ്ങി പോകുന്നുണ്ട്. അങ്ങ് താഴെ പോയി നിൽക്കുന്നുണ്ട് കേട്ടോ, ഫോട്ടോസ് എടുക്കാനൊക്കെ ആയിട്ട്. കോടയൊക്കെ വീണ്ടും പയ്യെ കയറി വന്ന് തുടങ്ങി കേട്ടോ. ഞങ്ങളിങ്ങനെ കുറേ ഫോട്ടോസൊക്കെ എടുത്ത് കോടയൊക്കെ കണ്ട് ചുറ്റും പിള്ളേരൊക്കെ, സ്കൂൾ പിള്ളേരൊക്കെ വന്ന് നിൽക്കുന്നുണ്ട്. ഇപ്പോൾ ആകെപ്പാടെ ഒരു ഒച്ചമേളമൊക്കെ ആയിട്ടോ. ആദ്യം ഞങ്ങൾ തന്നെ ഉണ്ടായിരുന്നുള്ളൂ, ഇപ്പോൾ ഒരൊച്ചനക്കൊക്കെ ആയി. അങ്ങനെ നമ്മൾ ഭ്രമരം ഷൂട്ട് ചെയ്ത സ്ഥലത്ത് നിന്ന് പതുക്കെ ഇറങ്ങുകയാണ്. എത്ര മനോഹരമാണെന്ന് നോക്കിക്കേ, നല്ല രസമല്ലേ. ഇത് ഏർമാടം കണ്ടോ? ഈ ഏർമാടത്തിൽ കയറി ഇവിടെ ഫുള്ളും കാണാം. അവിടെ രണ്ടെണ്ണം ഉണ്ട്, അപ്പുറത്ത് ഒരെണ്ണമുണ്ട്. അടിപൊളി വ്യൂ ആണ് കേട്ടോ, നല്ല രസമുണ്ട്. എൻ്റെ തൊട്ട് അപ്പുറത്ത് തന്നെ ഇവിടെ ഒരു സ്നാക്സ് അങ്ങനെയുള്ള ഒരു കടയുണ്ട്. നമ്മളവിടെ കയറി ഒരു നാരങ്ങ വെള്ളമൊക്കെ കുടിച്ചു. അപ്പോൾ
വളരെ മനോഹരമായ ഈ സ്ഥലത്ത് നിന്ന് നമ്മൾ പതുക്കെ ഇങ്ങ് മാറുകയാണ്. മിക്കവരും ഓഫ് റോഡ് ജീപ്പുകളിൽ കൂടിയാണ് കേട്ടോ ഇങ്ങോട്ടേക്ക് വരുന്നത്. കാരണം വഴി ഇത്തിരി മോശമാണ്, പിന്നെ നല്ല ഇറക്കമാണ്. ഞങ്ങൾ നടന്നാണ് കേട്ടോ പോകുന്നത്. നമ്മൾ അവിടെ വണ്ടി ഒതുക്കിയിട്ടിട്ട് നടന്നിങ്ങോട്ട് പോകുന്നു. ഈ ചേട്ടൻ ഇവിടെ ഉള്ളതാണ് കേട്ടോ. ഈ ചേട്ടൻ്റെ തലയിൽ ഇരിക്കുന്നത്, ചാക്കിലിരിക്കുന്നത് കുരുമുളകാണ്. കുരുമുളകൊക്കെ പറിച്ച് കയറ്റം കയറി പോകുന്നതാണ് കേട്ടോ കാണുന്നത്. നമ്മൾ ഇത്രയും കയറ്റം കയറിയപ്പോൾ നമ്മളും മടുത്ത്. പുള്ളി ആ ചുമടും വെച്ചുകൊണ്ട് കൂളായിട്ടാണ് കയറി നമ്മളോട് വർത്താനം പറഞ്ഞ് കയറി ഇങ്ങ് പോകുന്നത് കേട്ടോ. പുള്ളിക്ക് ഒരു കുഴപ്പമില്ല, പക്ഷെ നമ്മൾ പെട്ടെന്ന് മടുത്ത്. ഈ റോഡിൽ കൂടെ കുറച്ചും കൂടെ അങ്ങോട്ട് പോകണം കേട്ടോ. ഇച്ചിരി നടക്കാനുണ്ട്, എന്നാലും അടിപൊളിയാണ്. രണ്ട് സൈഡിലും ഇങ്ങനെ കൊങ്ങണിപ്പൂവില്ലേ, നമ്മുടെ കൊങ്ങണിപ്പൂവ് അതുപോലത്തെ ചെടികളൊക്കെ നട്ടുപിടിപ്പിച്ചിട്ടുണ്ട്. കുറച്ച് സ്ഥലം അത് കണ്ടോ, ഇവിടെയൊക്കെ റോഡ് വളരെ മോശമാണ്. മഴയൊക്കെ പെയ്യുമ്പോഴാണ് കൂടുതൽ ഇത് വെള്ളമൊക്കെ ഇങ്ങനെ കെട്ടിക്കിടന്ന് ഭയങ്കര പ്രശ്നമായിരിക്കാം. ഇപ്പം എന്തായാലും നല്ല പൊടിയാണ് കേട്ടോ. ചെറിയൊരു മഴക്കാറ് പോലെ വന്നെങ്കിലും മഴ പെയ്തില്ല. നമ്മളതുകൊണ്ട് രക്ഷപ്പെട്ടു. അപ്പോൾ നമ്മൾ പയ്യെ നടന്ന് നീങ്ങുകയാണ്. ജീപ്പുകളൊക്കെ വരുമ്പോൾ ഭയങ്കര സ്പീഡിലാണ് വരുന്നത്. നല്ല പൊടിയായിരിക്കും അടിച്ചു കയറുന്നത്. അങ്ങനെ നമ്മൾ ഇവിടെ റോട്ടിൽ എത്താറായിട്ടുണ്ട്. അങ്ങോട്ട് തിരിയുമ്പോഴുള്ള കടയാണ് കേട്ടോ. ഇവിടെ നിറയെ ഫ്രൂട്ട്സ്, അതുപോലെ തന്നെ ചെടികളൊക്കെ നന്നായിട്ട് നട്ടുപിടിപ്പിച്ചിട്ടുണ്ട്. ഇതിൻ്റെ തൊട്ട് മേലെയാണ് സ്ട്രോബെറി കൃഷി ചെയ്യുന്നുണ്ട്. ഒരു ഓഫ് റോഡ് ജീപ്പ് പാഞ്ഞു വരുന്നുണ്ട് കേട്ടോ. നല്ല പാട്ടൊക്കെ ഇട്ട് ഭയങ്കര സൗണ്ടിലാണ് പോകുന്നത്. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു കൊച്ചു വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. അപ്പോൾ എല്ലാവരും നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ കമൻറ്റിൽ രേഖപ്പെടുത്തുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ എല്ലാവരും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ എല്ലാവർക്കും ടാറ്റാ.